ഓരോ യൂണിയൻ ബജറ്റും വരുന്ന വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന വരവ് ചെലവ് കണക്കാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഓരോ വിഭാഗങ്ങൾക്കായി വകയിരുത്തുന്ന തുക. 2026-27 വർഷത്തേക്കുള്ള യൂണിയൻ ബജറ്റ് ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 സഭയിൽ അവതരിപ്പിച്ചു. 53.4 ലക്ഷം കോടി രൂപയുടെ ഒരു ഭീമൻ ബജറ്റ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ബജറ്റിൽ അതിനായി ഏതൊക്കെ വിഭാഗങ്ങളാണ് പരിഗണിച്ചിരിക്കുന്നതെന്നും അനുവദിച്ചിരിക്കുന്ന തുക എങ്ങനെയാണെന്നും ഇനി നോക്കാം. ഈ ബജറ്റിൽ ഏറ്റവും അധികം തുക വകയിരുത്തിയിരിക്കുന്നത് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ക്ഷേമ പദ്ധതികൾക്കോ വികസനങ്ങൾക്കോ അല്ല. ജനങ്ങൾ നൽകുന്ന നികുതിയുടെ വിഹിതത്തിൽ വലിയൊരു പങ്ക് വിനിയോഗിക്കുന്നത് ആയുധങ്ങൾ വാങ്ങുവാനാണ്. 2026-27 ബജറ്റിലെ ഏറ്റവും ഭീമൻ തുക 7,85,000 കോടി രൂപ. മറ്റുള്ള മേഖലകളിലേക്ക് ഇതിന്റെ പകുതി തുകയിലും താഴെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ആകെ 53.4 ലക്ഷം കോടി രൂപയിൽ 7.85 ലക്ഷം കോടി രൂപ ഈ പ്രതിരോധ മേഖലയ്ക്കായാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. ഒരു രാജ്യത്തിന്റെ ആവശ്യമാണ് അതിന്റെ സുരക്ഷ. ഈ 7.85 ലക്ഷം കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് പ്രതിരോധ വകുപ്പിനാണ്. സായുധ സേനയെ കൊണ്ടുപോകുവാനും പെൻഷനുകൾ നൽകുവാനും പ്രതിരോധ സംവിധാനങ്ങളും ആധുനികവൽക്കരിക്കുവാനും പുതിയ യുദ്ധവിമാനങ്ങളും എഞ്ചിനുകളും നാവിക പ്ലാറ്റ്ഫോമുകളും വാങ്ങുവാനുമായാണ് ഈ തുക. രാജ്യസുരക്ഷ മുൻനിർത്തി സേനയെ എന്തിനും ഏതിനും തയ്യാറാക്കി നിർത്തുവാനാണ് ബജറ്റിലെ ഏറ്റവും വലിയ ഷെയർ ഈ വിഭാഗത്തിലേക്ക് നൽകുന്നത്. രണ്ടാമത് വരുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഷെയർ ആണ്. റോഡ്, റെയിൽവേ, ഗതാഗതം ആണ് അതിൽ ഉൾപ്പെടുന്നത്. റോഡുകൾക്കും ഹൈവേകൾക്കുമായി 3.10 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യ മുഴുവനുമുള്ള റോഡ് നെറ്റ്വർക്ക് വികസിപ്പിക്കുവാൻ ഇത് പ്രയോജനപ്പെടുത്തും. റെയിൽവേക്ക് അനുവദിച്ചിരിക്കുന്നത് 2.81 മുതൽ 2.95 ലക്ഷം കോടി രൂപ വരെയാണ്. റെയിൽവേയിലെ നിക്ഷേപങ്ങളിൽ ഭൂരിഭാഗവും മൂലധന നിക്ഷേപം തന്നെയാണ്. പുതിയ റെയിൽ പാതകളും റെയിൽവേ സംബന്ധമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതിവേഗ റെയിൽ ഇടനാഴികൾക്കായും ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കായുമാണ് ഇത് ഉപയോഗിക്കുക. മൂന്നാമത്തെ വിഭാഗമായി ആഭ്യന്തര സുരക്ഷയും ക്ഷേമ പ്രവർത്തനമാണ് വരുന്നത്. അതിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് 2.55 ലക്ഷം കോടി രൂപ. ഇതിൽ ആഭ്യന്തര സുരക്ഷ നയങ്ങൾ നടപ്പാക്കുന്നതിനും CRPF-നും അതിർത്തി സുരക്ഷയ്ക്കും ദുരന്ത നിവാരണത്തിനും ഇന്റലിജൻസിനുമായാണ് പണം വകയിരുത്തുന്നത്. ഗ്രാമവികസനത്തിനായി 1.97 ലക്ഷം കോടി രൂപ, കൃഷിക്കും അനുബന്ധ സേവനങ്ങൾക്കും 1.63 ലക്ഷം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നാലാമത്തേത് സാമൂഹിക മേഖലയാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1.39 ലക്ഷം കോടി രൂപ. സ്കൂളുകൾക്കുള്ള ഫണ്ടിങ്ങിനും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനും സ്കിൽ ഡെവലപ്മെന്റിനും ഇത് ഉപയോഗിക്കും. ആരോഗ്യ മേഖലയ്ക്കും കുടുംബക്ഷേമത്തിനും 1.04 ലക്ഷം കോടി രൂപ. പൊതുജന ആരോഗ്യം മുതൽ ഇൻഷുറൻസ് സ്കീമുകൾക്ക് വരെയുള്ളതാണിത്. തുടർന്ന് ഊർജ്ജ മേഖലയ്ക്ക് 1.09 ലക്ഷം കോടി രൂപ. നഗരവികസനത്തിന് 85,522 കോടി രൂപ. IT, ടെലികോം മേഖലയ്ക്ക് 75,560 കോടി രൂപ. വാണിജ്യ വ്യവസായത്തിന് 70,296 കോടി രൂപ. സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് 62,362 കോടി രൂപ. ശാസ്ത്ര സാങ്കേതിക വിഭാഗങ്ങൾക്ക് 55,756 കോടി രൂപ. ടാക്സ് അഡ്മിനിസ്ട്രേഷന് 45,500 കോടി രൂപ. വിദേശകാര്യ മന്ത്രാലയത്തിന് 22,119 കോടി രൂപ. ധനകാര്യ മന്ത്രാലയത്തിന് 20,649 കോടി രൂപ. വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ വികസനത്തിന് 6,812 കോടി രൂപ ആണ് അനുവദിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം തുക അനുവദിച്ചിരിക്കുന്നത് ഒരു മൂലധന നിക്ഷേപത്തിനോ ജനങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ അല്ല. അത് ഇവയെല്ലാം സംരക്ഷിക്കാനുള്ള പ്രതിരോധ സംവിധാനത്തിനാണ്. അങ്ങനെ ആകെ തുക നോക്കുമ്പോൾ ചിലവിന്റെ ഏറ്റവും വലിയ പങ്ക് പ്രതിരോധത്തിനാണ്. അതിന്റെ പിന്നാലെ ദൂരത്തായി ഹൈവേയും റെയിൽവേയും വരുന്നു. അതിനുശേഷം ആഭ്യന്തര സുരക്ഷ, പിന്നെ ഗ്രാമവികസനം, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, കുടുംബക്ഷേമം, ഊർജം, നഗരവികസനം, IT, ടെലികോം, വാണിജ്യം, സാമൂഹിക ക്ഷേമം എന്നിങ്ങനെ ചിലവുകളുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞു വരുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ ബജറ്റിനെ യാതൊരു വിധത്തിലും വിമർശിക്കുവാൻ ലക്ഷ്യം വെക്കുന്നില്ല. പക്ഷെ പൗരന്മാർ എന്ന നിലയിൽ ബജറ്റ് പ്രാധാന്യം നൽകുന്നത് എന്തിനാണെന്ന് അറിയുവാനും ചർച്ച ചെയ്യുവാനും നമുക്ക് കഴിയും. ഈ ബജറ്റ് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് രാജ്യസുരക്ഷയ്ക്കും പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുവാനുമാണ്. അതിനുശേഷം അടിസ്ഥാന സൗകര്യ വികസനം, ആഭ്യന്തര സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം, ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയ്ക്കാണ്. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്കും ക്ഷേമത്തിനും ഒപ്പം അല്ലെങ്കിൽ അതിലധികം ഒരു യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പിൽ ഇന്ത്യയും ലോകത്തിലെ മുൻനിര രാജ്യങ്ങൾക്കൊപ്പം തയ്യാറാകുന്നത് ഇവിടെ വ്യക്തമാണ്. ഈ ബജറ്റിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന അഭിപ്രായം പങ്കുവയ്ക്കുക. വിശദീകരണം ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.